ദീപക്, അപ്പോൾ വിലാപയാത്ര വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ തന്നെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ദീപക്? ഉന്മേഷ്, ഒരു 5 മണിക്ക് മുൻപ് ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഈ നാട്ടിലെ ഓരോ ആൾക്കാരും വീട്ടിലേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്രമേൽ പ്രിയപ്പെട്ടവനാണ് അർജുൻ എന്ന് മാധ്യമങ്ങൾ പറയുന്ന കുട്ടൻ, കണ്ണാടിക്കൽകാരുടെ പ്രിയപ്പെട്ട കുട്ടൻ. അത്രമേൽ പ്രിയപ്പെട്ടവനാണ്. അർജുൻ്റെ ജീവിതം തന്നെ കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം ജീവിതത്തെ ചേർത്ത് പിടിക്കുകയാണ്. ഈ വേളയിൽ നമ്മൾ ഇവിടുത്തെ കൗൺസിലർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു. ഈ നാട്ടിലെ ഒരു സജീവ പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എങ്ങനെയാണ് അർജുൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ സാംസ്കാരിക രംഗത്തും കലാസമിതികളൊക്കെ ബന്ധപ്പെട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഈ അർജുൻ്റെ ഒരു 75 ദിവസം കഴിഞ്ഞാണ് അർജുൻ്റെ അന്ത്യയാത്ര ഇവിടെ എത്തുന്നത്. ഓരോ ഘട്ടങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ആദിയുടേതായിരുന്നു, പിന്നെ പ്രതീക്ഷയില്ലാതായിരുന്നു. കുടുംബത്തെ സംബന്ധിച്ച് അതേപോലെ തന്നെ വീട്ടുകാരെ സംബന്ധിച്ചു അങ്ങേയറ്റം ദുഃഖത്തോടുകൂടെ ഓരോ ദിനങ്ങളും തള്ളി നീക്കിയതാണ്. അതിനൊരു അന്ത്യം ആണ് ഇപ്പോൾ കണ്ടെത്തിയതോടുകൂടെ സംഭവിക്കുന്നത്. ഉന്മേഷ്, നിരവധി നേതാക്കൾ കാലത്ത് തന്നെ പുലർച്ചെ തന്നെ CPIM ജില്ലാ സെക്രട്ടറി പി മോഹന മാസ്റ്റർ ഇവിടെ എത്തിയിരുന്നു. മോഹന മാസ്റ്റർ വ്യക്തിപരമായും അർജുനുമായി വളരെ അടുപ്പമുള്ളതാണ്. മാഷെ, ഒരുപക്ഷെ അർജുൻ ഈ നാട്ടിലെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്നതിനേക്കാൾ അപ്പുറം ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളായിരുന്നു. മാഷ എങ്ങനെയാണ്? അർജുനൊരു ഒന്നാം തരം പൊതുപ്രവർത്തകനായിരുന്നു. അർജുൻ്റെ നഷ്ടം ഈ കണ്ണാടിക്കൽ പ്രദേശത്തിന് വലിയ വിടവാണ് സൃഷ്ടിച്ചത്. സ്വാഭാവികമായും അർജുനോടും അതുപോലെ തന്നെ പാർട്ടിയോടും അതുപോലെ ഇവിടുത്തെ എല്ലാ നല്ല പ്രവർത്തനങ്ങളോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ് അർജുൻ്റെ കുടുംബം. ആ നിലയിലെല്ലാമുള്ള ആത്മബന്ധം നാടുമായും അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായെല്ലാം ഈ കുടുംബത്തിനും അർജുനും ഉണ്ട്. അർജുൻ്റെ ഒരു വേർപാട് താങ്ങാനാവാത്തതാണ്. അർജുനെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണവും തെരച്ചിലും അത് എല്ലാ നിലയിലും മലയാളികൾ ഒന്നിച്ചു നിന്ന് ഒറ്റ മനസ്സാലെ നടത്തിയിട്ടുള്ള ഒരു വലിയ മനുഷ്യസ്നേഹപരമായ ഒരു ദൗത്യമാണ്. ആ മഹത്തായ മലയാളികളുടെ ഒരുമയുടെയും അതിനെയെല്ലാം സാംശീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അതിശക്തമായ ഇടപെടലും സമ്മർദ്ദവുമാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്ന സമഗ്രമായ അന്വേഷണത്തിലേക്കും നീണ്ട ഇടപെടലുകളിലേക്കും. മൃതദേഹം അഴിയൂരിൽ നിന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി AK ശശീന്ദ്രൻ ഏറ്റുവാങ്ങി വടകര പിന്നിട്ട് കഴിഞ്ഞു, കോഴിക്കോട് എത്താൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഈ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. അർജുൻ പഠനം നിർത്തിയത് പോലും കുടുംബത്തിന് വേണ്ടിയാണ്. അച്ഛനൊരു അപകടത്തിൽപ്പെട്ടപ്പോഴാണ്. ഇനി കുടുംബത്തിൻ്റെ ഒരു സഹായം ഇനി എങ്ങനെയായിരിക്കും? കുടുംബത്തോടൊപ്പം ഞങ്ങൾ നാടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റും സർവോപരി ഈ പ്രദേശത്തെ സംഘടിതമായ പുരോഗമന പ്രസ്ഥാനങ്ങളുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആ കുടുംബത്തിന് അർജുൻ്റെ നഷ്ടം എന്തുകൊണ്ടും നികത്താനാവില്ല, ഒന്നുകൊണ്ടും നികത്താനാവില്ല. പക്ഷേ ആ കുടുംബത്തിന് ഒരാശ്രയവും തണലും നൽകുന്നതിന് ഞങ്ങൾ ഉടനെ തന്നെ ഈ പ്രദേശത്തെ CPIM-ന്റെ പ്രവർത്തകന്മാർ, ഉത്തരവാദപ്പെട്ടവർ മുൻകൈയെടുത്ത് CPIM-ന്റെ ഭരണ നേതൃത്വത്തിലുള്ള ഈ പ്രദേശത്തെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചു. പാർട്ടിയുടെ ഇടപെടലിനെ തുടർന്ന് അങ്ങനെ നൽകുന്നതിന്, നിയമനം നടത്തുന്നതിന് സർക്കാരിൻ്റെ പ്രത്യേകമായ ഉത്തരവ് വേണ്ടി വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സർക്കാരിൻ്റെ മുമ്പിൽ അത് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ തന്നെ മുൻകൈയെടുത്തു, മുഖ്യമന്ത്രി മുൻകൈയെടുത്തു. ഉടനെ തന്നെ അത് ഓർഡറായി ഇവിടെ ഈ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ അർജുൻ്റെ ഭാര്യ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. തുടർന്നും ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഇനിയുള്ള നാളുകളിലും ആ കുടുംബത്തോടൊപ്പം എല്ലാ നിലയിലും കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഇവിടുത്തെ സഖാക്കളും ജനങ്ങളും ഉണ്ടാവും.
ഇത് തന്നെയാണ് ഉന്മേഷ് മാഷ് പറഞ്ഞത്. ഈ നാടുണ്ടാകും, സർക്കാരുണ്ടാകും, പാർട്ടി ഉണ്ടാകും. അപ്പം കാരണം അർജുൻ്റെ കുടുംബം അത്രമേൽ ഈ പ്രദേശത്ത് അർജുൻ്റെ ഇടപെടലുകളെല്ലാം തന്നെ നാടിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ അർജുൻ്റെ മൃതദേഹം ഇവിടെ എത്താൻ വേണ്ടി ശരിയാണ് ദീപക്, അല്പ സമയത്തിനകം മൃതദേഹം അവിടേക്ക് എത്തിക്കും. ദീപക്, തിരികെ എത്താം.